വൺസ് അഗെയിൻ വിഷ്ണുവാണ്. ഒരു ടോപ്പിക്കായിട്ട് എല്ലാ ദിവസവും എടുത്ത് വീഡിയോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തതിന് മെയിൻ കാര്യം സമയത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയൊരു വിഷയം അത് വേറൊന്നുമല്ല. നമ്മൾ ജിമ്മിൽ രണ്ട് ടൈപ്പ് ട്രെയിനിങ് ആണുള്ളത്. ജനറൽ ട്രെയിനിങ്ങും ഉണ്ട്, പേഴ്സണൽ ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ടോ, അതോ ചിലർക്ക് മാത്രം ആവശ്യമുള്ള കാര്യമാണോ? ഇത് ചെയ്തുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? അത് ട്രെയിനേഴ്സിന് മാത്രമാണോ ബെനിഫിറ്റ്, അതോ ചെയ്ത് ഈ ക്ലയൻ്റായിട്ട് വരുന്ന ആൾക്കാണ് ബെനിഫിറ്റ് ഉള്ളത്? അങ്ങനെ കുറേ കാര്യങ്ങൾ പല ജിമ്മുകളെ സംബന്ധിച്ചുണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായം എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയ കാര്യം അതാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ തൊട്ട് അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ വരെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ജിമ്മിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആളുകളെ എങ്ങനെ ചെയ്യിപ്പിക്കണം, ഏത് രീതി ചെയ്യിപ്പിക്കണം, അത് എത്രത്തോളം ആളുകൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പം ഇതൊരു വലിയൊരു നീളം കാര്യങ്ങൾ സംസാരിച്ച് പോകണമെന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം എടുത്ത് തന്നെ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. എന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡമ്പൽ ഗ്രിപ്പ് പിടിക്കുന്ന ആ ഒരു ടൈം തൊട്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആ ടൈം വരെ അയാളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത്, ഇതൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ്. അവർ കൃത്യമായിട്ട് മെൻ്റലി അവർ പ്രിപ്പയർഡ് ആവുന്നുണ്ടോ, അവർക്ക് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് അവർ പ്രിപ്പയർഡ് ആയിരുന്നോ, ആ എക്സസൈസിന് വരുന്നതിന് മുമ്പുള്ള ദിവസത്തിൽ അവർക്ക് ഉറക്കം ഓക്കെ ആയിരുന്നോ, അവർക്ക് സാമാന്യം കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ദിവസം പറ്റിയിരുന്നോ, അവർ ആഹാര രീതി കൃത്യമായിരുന്നോ, അവർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ, അവരുടെ ബ്ലഡ് വർക്ക് ഓക്കെ ആണോ, എങ്ങനെ തുടങ്ങി 100 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിന് ഒരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യിപ്പിക്കാനായിട്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആളുടെ ഹെൽത്ത് നമ്മുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ച് വിശ്വസിച്ചാണ് തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ചെറിയൊരു ഇഞ്ചുറി ആണെങ്കിൽ പോലും അവർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ ചെയ്യിപ്പിക്കുന്ന ട്രെയിനറിനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും എല്ലാ ആളുകൾക്കും പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം നിർബന്ധമാണ്. കാരണം അത് ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ അത് കിട്ടാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്ന് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രണ്ടാണ്, വളരെ അടുപ്പമുള്ള ബന്ധമാണ്. അപ്പോൾ അവന് ഒരു ട്രെയിനർ കൃത്യമായിട്ട് ട്രെയിനിങ് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവന് നടുവിന് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇതുവരെ ആ ഇഞ്ചുറി റീഹാബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് നോളജ് ഇല്ലാത്തൊരു ട്രെയിനർ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അവൻ ബിഗിനറായിരുന്നു. ഫസ്റ്റ് ചെന്ന് ചേർന്ന ഒരു ജിമ്മിലായിരുന്നു. നമ്മുടെ ചാനശ്ശേരി തന്നെയുള്ള ജിമ്മാണ്, പേര് ഞാൻ പറയുന്നില്ല, ട്രെയിനറെ ഞാൻ പറയുന്നത്. കാരണം മിക്കവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് 100% വിശ്വാസം ഉണ്ടായിരിക്കണം. ആ ആൾ എന്നെ വിശ്വസിച്ചാണ് വരുന്നത്. ഓക്കെ, ആ വിശ്വസിച്ച് വരുന്ന ആൾക്ക് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അയാളെ എത്രത്തോളം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. മോട്ടിവേഷൻ മാത്രമല്ല, ഡിസിപ്ലിൻഡ് ആണ്. കാരണം അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാ രീതിയിലും മോശപ്പെട്ട രീതിയിലായിരിക്കും അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അയാളുടെ ഫിസിക്കലി മെൻ്റലി എല്ലാ രീതിയിലും എക്സോസ്റ്റ് ആയിട്ടായിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അയാളെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൈഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ കയറിയ ഉടനെ തന്നെ വാമപ്പ് ചെയ്ത് എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് അയാളുടെ മെൻ്റലി, ഫിസിക്കലി എല്ലാ രീതിയിലും, ഇമോഷണലി പോലും അയാളെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം നല്ലപോലെ അനലൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും ഓരോ ദിവസം റിസർച്ച് ചെയ്തിട്ടാണ് മനസ്സിലാക്കി പഠിച്ചു വരുന്നത്. പിന്നെ എൻ്റെ സ്വയമായിട്ടുള്ള എക്സ്പീരിയൻസ് വഴി, ഞാൻ ചെയ്യിപ്പിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് വഴിയൊക്കെ കേട്ടും അവരിൽ നിന്നും സ്വന്തമായിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ച് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ എക്സസൈസ് പോലും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഷുവറാണ്, പേഴ്സണൽ ട്രെയിനിങ് ഈസ് ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് യുവർ ഹെൽത്ത്. സോ എല്ലാവരും അത്, കാരണം മിക്ക ആളുകൾക്കും അത് പ്രശ്നമായിരിക്കും. കാരണം കുറച്ച് പൈസ കൂടുതൽ കൊടുത്താണ് ആ ട്രെയിനറിന് നിങ്ങൾ അഫോർഡ് ചെയ്യേണ്ടത്. കാരണം കുറച്ച് പൈസ കൊടുത്തെങ്കിൽ ആ ട്രെയിനറിനും അതുകൊണ്ട് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും കുറച്ചുകൂടെ, കാരണം ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജാണ്. ഫിറ്റ്നസ് മേഖല നിൽക്കുന്ന ആളുകളുടെ നോളജാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വരുമാനം കൃത്യമായിട്ട് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവരെ പരിഗണിച്ചെങ്കിൽ മാത്രമേ, അല്ല അവരോട് ചോദിച്ചെങ്കിൽ മാത്രമേ അവർക്ക് തരാനും പറ്റുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒട്ടും എളുപ്പമുള്ള ഒരു ഫീൽഡേ അല്ല. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഫീൽഡിൽ സാലറി കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. കൃത്യമായിട്ട് സാലറി ചില ജിമ്മുകളിൽ നിന്ന് കിട്ടണമെന്നില്ല, കിട്ടിയാൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കോച്ചിനെ അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മിനിമം കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് എന്ന് പറയുന്നത് 3000 ആണ്. അത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ്. അത് അത്രയും ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ അതിലും കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് നമുക്ക് ആ റേഞ്ച് വരെ നമുക്ക്
ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം അവർക്ക് മാസത്തിൽ ഒരിക്കലേ തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഓഫ്ലൈനും ചെയ്യിപ്പിക്കുന്നുണ്ട്, ഓൺലൈനും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കൊടുത്തേക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എന്നാൽ അറിയാവുന്ന അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന ഐഡിയാസും വർക്കൗട്ട് പാറ്റേൺസും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് വേണം നമുക്ക് പറയാം. അത് എനിക്ക് തരാൻ പറ്റും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എല്ലാത്തിൻ്റെയും എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം പറഞ്ഞ ടോപ്പിക്ക് ഒന്നുകൂടി എടുത്ത് ആവർത്തിച്ച് പറയുകയാണ്. പേഴ്സണൽ ട്രെയിനിങ് ആണോ ജനറൽ ട്രെയിനിങ് ആണോ കൃത്യമായിട്ട് ഒരു മനുഷ്യന് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് വേണ്ടെന്നുള്ളതാണ്. ജനറലി നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 100 പേര് വരുന്ന ഒരു ജിമ്മിൽ അത്രയും പേരെ അഫോർഡ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ഒരു 3-4 ട്രെയിനേഴ്സ് വേണം. അപ്പോൾ ആ അത്രയും ട്രെയിനേഴ്സ് ഇല്ലാത്തൊരു ജിമ്മിൽ മാക്സിമം ഒരു ട്രെയിനർ മാത്രമാണെന്ന് വിചാരിക്കുക. ഒരു 50 പേര് ഒരു ദിവസം ഒരു രാവിലെ മാത്രമായിട്ട് ജിമ്മിൽ വരുന്നുണ്ട്. ഈ 50 പേരെ ഈ ഒരാൾക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം അത് ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുത്ത് മുമ്പോട്ട് പോകുന്നല്ലാതെ കൃത്യമായിട്ട് ആ ആളെ അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ആ ആൾക്ക് വേണ്ടുന്ന അവെയർ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ട്രെയിനർ സമയം കിട്ടുന്ന വരില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ജിമ്മിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യണമെന്ന കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ വേണം. നിങ്ങളുടെ ഫിസിക്കലി, നിങ്ങളുടെ മെൻ്റലി, നിങ്ങളുടെ ഇമോഷണലി, ഇവഞ്ച്വലി നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങളെ കുറച്ചുകൂടെ മുമ്പോട്ട് നയിക്കുന്ന ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന മേഖലയ്ക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് ജിമ്മിൽ വന്ന് കൃത്യമായിട്ട് ചെയ്ത് പേഴ്സണലി ഒരു ഹയറിങ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് സമയം കുറച്ച് കൂടുതൽ കിട്ടും. ഓക്കെ, ഞാനീ പറയുന്നത് പിന്നെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഇങ്ങനെ കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ള ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പേടിയാണ് അടുത്തൊരു ട്രെയിനർ എടുത്ത് പോകാനും വെയിറ്റ് എടുക്കാനും പേടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാനിപ്പോൾ കള്ളത്തരം പറഞ്ഞ് കൂട്ടി പറയാമെന്നല്ല, എൻ്റെ അടുത്ത് ഇന്നും കൂടെ ആൾ പറഞ്ഞിട്ട് ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അപ്പം അവർക്ക് വെയിറ്റ് എടുക്കാൻ പേടിയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം അവരെ അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ചെയ്യിക്കുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. കാരണം ഒരാളുടെ ഹെൽത്താണ്, എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായാൽ, ഈവൻ ഒരു സ്പൈനലിനൊക്കെ എന്തൊരു ഇഞ്ചുറി വന്നു പോയാൽ ലൈഫ് ലോങ് അയാൾക്ക് അതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എപ്പോഴും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഞാനെപ്പോഴും ഓരോ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ ട്രെയിനേഴ്സിനോടും എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. കൃത്യമായിട്ട് നോളജബിൾ ആയിട്ടുള്ള ഒരു സൈക്ലിംഗ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. പഠിക്കുന്നതിന് കൃത്യമായിട്ട് പ്രായമോ നമ്മുടെ ഈഗോ ഒന്നും ബാധകമല്ല. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ നോളജ്, അത് എവിടെ ക്ലാസ് കിട്ടുന്ന മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക, പഠിക്കാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി വശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ജിമ്മിൽ വന്ന ട്രെയിനറിനെ സംസാരിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ. കാരണം അതൊരു കൗൺസിലിംഗ് കൂടിയാണ്. വരുന്ന ക്ലയൻറ്റിനെ കൃത്യമായിട്ട് കൗൺസിൽ ചെയ്ത് അയാളെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ അഡ്വൈസ് കൊടുത്ത് അയാൾക്ക് വേണ്ടുന്ന പ്രോപ്പർ എക്സസൈസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്ത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എത്ര നേരം റെസ്റ്റ് എടുക്കാൻ പറ്റും, എത്ര നേരം റെസ്റ്റ് എടുക്കാൻ പാടില്ല, എങ്ങനെയൊക്കെയുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും ബിഗിനിങ് സ്റ്റേജിൽ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള അവബോധം നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തി കൃത്യമായിട്ടും അയാളുടെ ബാക്ക് സ്റ്റേജിൽ നിന്ന് മുമ്പോട്ടേക്ക് കയറി വരുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. എപ്പോഴും നമ്മൾ അഫോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ട്രെയിനർ ഒരു ജിമ്മിൽ വന്ന് നമ്മൾ കയറുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അവിടെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. കടം മേടിച്ചോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, കാരണം നിങ്ങൾ ഹെൽത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജിമ്മിൽ വരുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ല. അപ്പോൾ ഹെൽത്ത് നിങ്ങൾ കൃത്യമായിട്ട് അഫോർഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അഫോർഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കി പഠിച്ച് ആ ട്രെയിനറിനെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പഠിക്കാൻ മനസ്സ് കാണിക്കുക,